അടിയന്തര നടപടികളിലേക്ക് പോകും എന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടും അടിയന്തര സ്വഭാവം ഇവിടത്തെ വൃത്തിയാക്കലിനില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അഷിൻ ഡിയാഗോയിലേക്ക് കൂടി. അഷിൻ ഡിയാഗോ, ഇപ്പോൾ ജോയിയുടെ അമ്മ മെൽഹിയോട് നമ്മൾ സംസാരിച്ചു. ഒരു വീട് എന്നുള്ളതാണ് അവരുടെ ഇനിയുള്ള ആവശ്യം. ആ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയതാണ്. മലയ്ക്ക് മുകളിൽ ഇനി വേണ്ട, മറ്റൊരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു എന്ന ഉറപ്പ് ഒരാഴ്ച മുമ്പ് നൽകിയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്താണ്? നേരത്തെ ആ ഒരു ഉറപ്പ് നൽകിയത് കോർപ്പറേഷനാണെന്ന് പറയുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, നേരത്തെ ജോയിയുടെ അമ്മ പറഞ്ഞതുപോലെ ഇതാണ് ഇവരുടെ ഈ വീട്. ഇപ്പോൾ താൽക്കാലികമായി താമസിക്കുന്ന ഇവരുടെ വീടിൻ്റെ അവസ്ഥയാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയ രീതിയിൽ അവിടെ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വന്ന് വീണ് ഈ ഉരുളൻ കല്ലുകളെല്ലാം ഈ വീട്ടിലിടിച്ച് തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിന് നേരെ മോൾ വശത്താണ് നേരത്തെ ജോയിയും അമ്മയും താമസിച്ചിരുന്ന ആ ഒരു ചെറിയ വീട്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഷീറ്റിട്ട ആ ഒരു ചെറിയ വീട്ടിലാണ് ജോയിയും കുടുംബവും അമ്മയും താമസിച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് ഉള്ള ഈ ഒരു വഴി, ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ ഏതാനും 2 ആഴ്ച മുൻപ് നടന്ന ആ ഒരു വലിയ മഴയിൽ ഈ വഴി ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ഈ പാറക്കല്ലുകൾ അടക്കം താഴേക്ക് പതിക്കുകയും പിന്നീട് ഇവർക്ക് മേളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇവർ ഈ തൊട്ട് താഴെ തന്നെയുള്ള സഹോദരൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നതും. നേരത്തെ അമ്മയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വഴി ഇവർക്ക് ആദ്യം മുതലേ വലിയൊരു പ്രശ്നമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ വഴിയുടെ മേൽഭാഗത്ത് നിന്നും ഈ അമ്മ താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തന്നെ ഈ വീടിൻ്റെ ഈ ഒരു വഴി സൗകര്യം എന്നുള്ള ആവശ്യം ഇവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതും ജോയിയെ ആമേടിഞ്ഞാൻ തോട്ടിൽ വീണ് മുങ്ങി മരിക്കുന്നതും. പക്ഷേ പിന്നീട് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ, വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെ സ്ഥലത്തെത്തി ഇവരുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇവർക്ക് ഒരു വഴി സൗകര്യവും അതുപോലെ തന്നെ ഒരു വീടും വെച്ച് നൽകാം എന്ന് പറഞ്ഞിരുന്നു. ഒരു തൊഴിൽ, വീട്ടിലെ ഒരാൾക്ക് തൊഴിൽ നൽകാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാക്കുകളല്ലാതെ പിന്നീട് ഇത് മുന്നോട്ടെങ്ങും പോയില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. കാരണം ആദ്യം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച 10 ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. പക്ഷേ പിന്നീട് സഹായം നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ആക്ഷേപവും ഇവർക്കുണ്ട്. കാരണം ഇത്രയും ശോചനീയാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ദുരവസ്ഥയിലാണ് ഇവർ കഴിയുന്നത്. എന്നിട്ടും ഇനി ഒരു മഴ പെയ്യുകയാണെങ്കിൽ ആ ബാക്കി, അവിടെ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ കണ്ട ബാക്കി മണൽ കൂടി ആ പാറക്കഷങ്ങൾ കൂടി ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ജോയിയുടെ സഹോദരനാണ്. സഹോദരൻ്റെ വീടാണിത്. ഇവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായി അമ്മയും സഹോദരനും താമസിക്കുന്നത്. ഈ ഒരു അപകടം നിറഞ്ഞ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് വീടുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? പേടിയാണ് മഴ സമയത്ത്. പേടിയാണ്. ഇവിടെ ആരും ഒന്ന് സഹായിക്കാമെന്ന് ആദ്യഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഒന്നും ഉണ്ടായില്ല. മേളുടെ ഭാഗം മൊത്തം ഫുള്ള് മലയാണ്. അപ്പോൾ അത് വലിയൊരു പേടിയാണ്, മഴ സമയത്ത് പേടി. അപ്പോൾ അമ്മയും ചേട്ടനും മാത്രമാണല്ലോ. എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്കുള്ള സ്ഥലം, ഞാൻ ജോയിയുടെ ചേട്ടനാണ്. എനിക്കുള്ള സ്ഥലം മോന് കൊടുത്തത്. പിന്നെ നമ്മൾ മോൻ്റെ വീട്ടിൽ അമ്മയും ഞാനും. ഇപ്പോൾ നിലവിൽ നേരത്തെ ജോയി ആണല്ലോ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ഇപ്പം ജോയി പോയതിനു ശേഷം എങ്ങനെയാണ് വീട്ടിലെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? ചേട്ടൻ വേറെ കുടുംബമൊക്കെ ഉണ്ട്. അവസ്ഥയാണ്. പിന്നെ ഇപ്പം അങ്ങനെ ചെറിയ ചില്ലറ അങ്ങനെ കിട്ടിയതുകൊണ്ട് അതും അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ ആളുകൾ ആരെങ്കിലും സഹായിക്കാനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിരുന്നു? സഹായിക്കാമെന്ന് എല്ലാവരും വന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഒന്നിനും ആരെയും കാണാനില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒന്നും ഇല്ല. പിന്നെ അവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരിക്ക്, അതായത് ജോയിയുടെ സഹോദരിക്ക് കൊടുത്ത സ്ഥലത്തിലാണ് അവിടെ ഒരു 2 റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് അവർ അമ്മയും അനിയനുമായിട്ട് അവിടെ താമസിച്ചിരുന്നത്. ഇപ്പം വഴിയില്ല, ഒന്നുമില്ല. അപ്പം വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു, സ്ഥലം മാറ്റി വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നെ ഒന്നും, ഇത് മുമ്പർ പറഞ്ഞു സ്ഥലം നോക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, വീടും വെച്ച് തരാം, അതിനുള്ള സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ മറ്റുള്ള ആൾക്കാർ ഒരു ഇതുമില്ല. പിന്നെ ആരെയും കാണാനുമില്ല. ഒരു വീട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. പിന്നെ ഇത് വീട് മാത്രം, സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാമെന്ന് അമ്മയ്ക്ക്, അതായത് വഴി സൗകര്യം കണക്കാക്കി സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇത്. പിന്നെ ഒരു ജോലി ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഒരു ജോലിയും കൂടെ ചെയ്യാം എന്നുള്ളത് എല്ലാവരും അതിലേക്ക് വേണ്ടി മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ ഒന്നും നടപ്പിലായില്ല. അതാണ് ഇതാണ് ഇവരുടെ അവസ്ഥ. എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി അമ്മയെ കണ്ട് നേരിട്ട് പറഞ്ഞതാണ് ഇത്തരത്തിൽ വീട് വെക്കാനുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ ഈ വഴി, നേരത്തെ കാണിച്ച വഴിക്കുള്ള സൗകര്യം ഒക്കെ ഒരുക്കി നൽകാമെന്നുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ കാണുന്ന ആ ഭാഗത്താണ് ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടുള്ളത്. അവിടേക്ക് ഈ അമ്മയ്ക്കൊന്ന് കയറിപ്പോയി തൻ്റെ മകനെ കാണാൻ, ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകനെ കാണാനുള്ള സൗകര്യം പോലുമില്ല. കാരണം ഇതുവഴി മഴ പെയ്ത് കഴിഞ്ഞാൽ ചളിയാണ്. ചളി പിന്നീട് അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ആ ഒരു ചെറിയ സ്ഥലത്താണ് ജോയിയുടെ
സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ളതും. അവിടേക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ തൻ്റെ മകനെ നേരത്തെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട തൻ്റെ മകനെ എപ്പോഴെങ്കിലും അടുത്ത് പോയി ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ ആ ഒരു മകൻ ഉറങ്ങുന്ന മണ്ണിൽ പോയി അമ്മയ്ക്കൊന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അവിടെ ചെന്ന് അല്പനേരം ഇരിക്കണമെങ്കിൽ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഇടയിൽ ഈ വഴിയിലൂടെ വേണം, ഈ പാറക്കട്ടകൾക്കും ഈ ചെളിക്കും ഇടയിലൂടെ വേണം, അപകടകരമായി നിൽക്കുന്ന ഈ ഒരു വഴിയിലൂടെ വേണം അമ്മയ്ക്ക് മുകളിലേക്ക് കയറിപ്പോയി അവിടെ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പോകാൻ. പക്ഷേ അവിടെയും ഇത്തരത്തിൽ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. രാവിലെ നമ്മൾ വന്നപ്പോൾ തന്നെ അമ്മ പള്ളിയിലായിരുന്നു. പള്ളിയിൽ നിന്നുമാണ് അമ്മ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതും. മകന് വേണ്ടി ഇപ്പോഴുമുള്ള ആ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് അമ്മയുള്ളത്. കാരണം മരണം സംഭവിച്ച 1 മാസം പിന്നിട്ടെങ്കിലും വീട്ടിലെ ഒരു അത്താണിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മകൻ ഇപ്പോഴും തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷ അമ്മയ്ക്കുണ്ട്. കാരണം വീട്ടിലെ ഒരു അത്താണി, 5 മക്കളിൽ ഏറ്റവും ഇളയവൻ, അവനെ ബാക്കിയുള്ളവർ മറന്നെങ്കിലും ഈ ഒരു സംഭവത്തിന് ശേഷം 4 മക്കളിൽ ഏറ്റവും ഇളയവൻ, അതിൽ ബാക്കിയുള്ളവരൊക്കെ ജോയിയുടെ കാര്യം മറന്നെങ്കിലും ഈ അമ്മയ്ക്ക് മറക്കാൻ കഴിയില്ല. കാരണം അന്യൻ്റെ ആ ഒരു മാലിന്യം നീക്കം ചെയ്ത് 1500 രൂപയ്ക്ക് വേണ്ടി ജോലിക്ക് പോയൊരു മകനാണ്. വൈകുന്നേരം 5 മണിക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ മകനാണ്. പക്ഷേ പിന്നീട് കാണാതാകുന്നു. 46 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ആമേടിഞ്ഞ ജോയിയുടെ അമ്മയുടെ ദുരിത ജീവിതം എന്തായാലും പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മൂത്ത മകനൊപ്പമാണ് അമ്മ ഇപ്പോൾ താൽക്കാലികമായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്, ജോയും അമ്മയും താമസിക്കുന്ന വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒറ്റമുറി സംവിധാനം. അത് എത്രത്തോളം ശോചനീയമാണ്, എത്രത്തോളം ദയനീയമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. സർക്കാർ സഹായം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് സർക്കാരിൽ നിന്നും കോൾ വന്നത്. ഒരു വീടിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, നടപടികൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ ഉറപ്പ് എത്രത്തോളം വേഗം വയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഇനി തലസ്ഥാനത്തെ സാഹചര്യത്തിൽ നിന്ന്